ഹലോ എവരിവൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോ നമ്മളുടെ +2 ബോട്ടണിയിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ക്ലാസ്സിൻ്റെ തേർഡ് പാർട്ടാണ്. അപ്പോൾ ആദ്യത്തെ 2 ഭാഗങ്ങളിലായിട്ട് നമ്മൾ ഫസ്റ്റ് 2 ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ആയിരുന്നു കവർ ചെയ്തിരുന്നത്. അതായത് സ്ട്രക്ചർ ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം, സ്ട്രക്ചർ ഓഫ് പൊളൻ ഗ്രെയിൻ, അതിനുശേഷം മെഗാസ്പൊറാഞ്ചിയം, അതിൻ്റെ സ്ട്രക്ചർ, മെഗാസ്പോറോജെനിസിസ്, ഫീമെയിൽ ഗെമറ്റോഫൈറ്റ്, പിന്നീട് പോളിനേഷൻ, അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ ആണ്. വിൻഡ്, വാട്ടർ ആൻഡ് ഇൻസെക്ട്സ്, അതിൻ്റെ പെക്യുലാരിറ്റീസ് വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ. അതാണ് ഇനി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പോളിനേഷൻ എന്താണെന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സും ആയിരുന്നു. ഒന്നുകൂടെ പറയാം. പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പൊളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ ഫ്ലവർ. അതിനെയാണ്, അതായത് ആന്തറിൽ നിന്ന് സ്റ്റിഗ്മയിലേക്കുള്ള പൊളൻ ഗ്രെയിൻസിൻ്റെ ട്രാൻസ്ഫറിനെയാണ് നമ്മൾ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോളിനേഷൻ ഉണ്ട്. ഓട്ടോഗമി, ഗൈഡ്നോഗമി ആൻഡ് സീനോഗമി. അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഗൈഡ്നോഗമി എന്ന് പറയുന്നത് അത് ഫങ്ഷണലി ക്രോസ് പോളിനേഷൻ ആണെന്ന് പറഞ്ഞു. കാരണം അവിടെ പോളിനേറ്റിംഗ് ഏജൻറ്റിൻ്റെ സഹായം ആവശ്യമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഈ പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്താണെന്നാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അതായത് ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ. പോളിനേഷന് സഹായകരമാകുന്ന ഏജൻസിനെയാണ് ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഈ ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ തന്നെ 2 തരമുണ്ട്. അതായത് ഏബയോട്ടിക് ഏജൻറ്റ്സ് അല്ലെങ്കിൽ ബയോട്ടിക് ഏജൻറ്റ്സ്. അപ്പോൾ ഏബയോട്ടിക് ഏജൻറ്റ്സും ബയോട്ടിക് ഏജൻറ്റ്സുമാണ് 2 തരം പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. ഏബയോട്ടിക് എന്ന് പറഞ്ഞാൽ നോൺ ലിവിങ് ആയിട്ടുള്ളത്, അതായത് അതിൽ വരുന്നത് വാട്ടറും വിൻഡുമാണ്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ലിവിങ് ആയിട്ടുള്ളത്, ജീവനുള്ളത്, അതിൽ വരുന്ന ഏജൻറ്റ്സ് ആണ് ആനിമൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോളിനേഷനെ സഹായിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ പോളിനേഷനെ സഹായിക്കുന്ന ഏജൻറ്റ്സ്, അതിനെയാണ് ഏജൻറ്റ്സ് ഓഫ് പോളിനേഷൻ അല്ലെങ്കിൽ പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്ന് പറയുന്നത്. അത് തന്നെ 2 തരമുണ്ട്, ഏബയോട്ടിക്കും ബയോട്ടിക്കും. ഏബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്തത്, അതായത് വിൻഡും വാട്ടറുമാണ് ഉദ്ദേശിക്കുന്നത്. ബയോട്ടിക് എന്ന് പറഞ്ഞാൽ ജീവനുള്ളത്, അതായത് ആനിമൽസ് ആണ് ആ ഒരു ഗ്രൂപ്പിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഈ ഏജൻറ്റ്സ് ഓഫ് പോളിനേഷനിലെ ഏബയോട്ടിക് ഏജൻറ്റ്സ് ആണ്, അതായത് വിൻഡും വാട്ടറും. ആ വിൻഡും വാട്ടറിൽ തന്നെ പോളിനേഷൻ ബൈ വിൻഡ്, അതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അതായത് വിൻഡിൻ്റെ സഹായത്തോടു കൂടിയുള്ള പോളിനേഷൻ, അതായത് വിൻഡിൻ്റെ സഹായത്തോടു കൂടിയുള്ള ട്രാൻസ്ഫർ ഓഫ് പൊളൻ ഗ്രെയിൻസ് ഫ്രം ദി ആന്തർ ടു ദി സ്റ്റിഗ്മ. ഈ പോളിനേഷൻ ബൈ വിൻഡിനെ തന്നെ അനീമോഫിലി എന്നും പറയാറുണ്ട്. അപ്പോൾ പോളിനേഷൻ ബൈ വിൻഡ് എന്ന് പറഞ്ഞാലും അനീമോഫിലി എന്ന് പറഞ്ഞാലും ഒരു കാര്യം തന്നെയാണ്. അതായത് വിൻഡിൻ്റെ സഹായത്തോടു കൂടിയുള്ള പോളിനേഷനെയാണ് അനീമോഫിലി അഥവാ പോളിനേഷൻ ബൈ വിൻഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ ഫീച്ചേഴ്സ് നമുക്ക് നോക്കാം. പോളിനേഷൻ ബൈ വിൻഡാണ് മോർ കോമൺ അബയോട്ടിക് ഏജൻറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്കറിയാം അബയോട്ടിക് ഏജൻസിൽ വിൻഡും വരുന്നുണ്ട്, വാട്ടറും വരുന്നുണ്ട്. ഈ വിൻഡിലും വാട്ടറിലും മോർ കോമൺ ആയിട്ടുള്ളത് ഈ വിൻഡ് തന്നെയാണ്. അതായത് കൂടുതൽ പ്ലാന്റ്സും വിൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ് പോളിനേഷൻ നടത്തി വരുന്നത് ഏബയോട്ടിക് ഏജൻസിൽ. അതായത് ബയോട്ടിക് ഏജൻസിനെ ഇവിടെ കമ്പയർ ചെയ്യുന്നില്ല. ഏബയോട്ടിക് ഏജൻസിൽ വിൻഡും വാട്ടറും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വിൻഡാണ് കൂടുതൽ പ്ലാന്റ്സും അഡോപ്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഈ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ്, അതായത് വിൻഡിൻ്റെ സഹായത്തോടു കൂടി പോളിനേറ്റ് ചെയ്യുന്ന ഈ ഫ്ലവേഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഓവറിക്കകത്ത് ഒരു സിംഗിൾ ഓവ്യൂളേ ഉണ്ടാവുള്ളൂ. ഒരൊറ്റ ഓവ്യൂളായിരിക്കും നമുക്ക് കാണുക. അതുപോലെ അവർക്ക് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഒത്തിരി ഫ്ലവേഴ്സിനെ ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടാവുക. ഇൻഫ്ലോറസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ +1 പഠിച്ചിരുന്ന ഈ ഒരു ടേം, ദാറ്റ് ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ദി ഫ്ലോറൽ ആക്സിസ്. ഫ്ലോറൽ ആക്സിസിന്മേലുള്ള ഫ്ലവേഴ്സിൻ്റെ അറേഞ്ച്മെൻറ്റിനെയാണ്, അതായത് ഒത്തിരി കുഞ്ഞു കുഞ്ഞു പൂക്കൾ വരുമ്പോഴേക്കും ഇതിനെയൊക്കെ കൂടി ഒരു ഫ്ലോറൽ ആക്സിസിൽ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും കാണുക. അത്തരം അറേഞ്ച്മെൻറ്റിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ ഈ ഇൻഫ്ലോറസൻസ് കാണാൻ സാധിക്കും. അതുപോലെ ഈ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഓവറിയിൽ ഒരൊറ്റ ഓവ്യൂളായിരിക്കും ഉണ്ടാവുക, ഒരു സിംഗിൾ ഓവ്യൂളായിരിക്കും ഉണ്ടാവുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് അഥവാ പെക്യുലിയാരിറ്റീസ് ആണ്. ഈ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ലൈറ്റും നോൺ സ്റ്റിക്കും ആയിരിക്കും. അതായത് വളരെ വെയിറ്റ് കുറഞ്ഞതും അത് ഒട്ടും ഒട്ടിപ്പിടിക്കാത്ത തരത്തിലുള്ള പൊളൻ ഗ്രെയിൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിന് കാരണം ഇതാണ്, വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ കാറ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് പോളിനേഷൻ നടക്കുന്നത്. അതായത് കാറ്റ് അഥവാ വിൻഡാണ് ഈ പറഞ്ഞ ആന്തറിൽ നിന്നുള്ള പൊളൻ ഗ്രെയിൻസിന് എടുത്തു കൊണ്ടുപോയി സ്റ്റിഗ്മയിൽ ഇടുന്നത്. അങ്ങനെ എടുത്തുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പൊളൻ ഗ്രെയിൻസ് ലൈറ്റ് ആയിരിക്കണം, അതിന് ഒട്ടും വെയിറ്റ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് ലൈറ്റും നോൺ സ്റ്റിക്കും ആയിട്ടുള്ളത്. അതുപോലെ രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത്തരം ഫ്ലവേഴ്സിലെ സ്റ്റേമൻ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. അതായത് പുറത്തേക്ക് നന്നായിട്ട് എക്സ്പോസ് ചെയ്യുന്ന തരത്തിലുള്ള സ്റ്റേമൻസ് ആയിരിക്കും ഇങ്ങനെയുള്ള വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ ഉണ്ടാവുക. അങ്ങനെ ഉണ്ടാകാൻ കാരണം ഇതാണ്, അതിൻ്റെ ഗുണം ഇതാണ്,
അതായത് അവിടെ ആ സ്റ്റേമെൻസിൻ്റെ ആന്തേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് പെട്ടെന്ന് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ വിൻഡിലേക്ക് അല്ലെങ്കിൽ കാറ്റിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമെൻസ് ഈ പറഞ്ഞ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിലുള്ളത്. അതായത് പുറത്തേക്ക് നന്നായിട്ട് കാണിച്ച് ഇരിക്കുന്ന സ്റ്റേമനാണുള്ളതെങ്കിൽ അതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസിനെ പെട്ടെന്ന് തന്നെ വിൻഡിലേക്ക് ഡിസ്പേഴ്സ് ചെയ്യാൻ കഴിയും. അതുകൊണ്ടാണ് അങ്ങനെ വെൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള സ്റ്റേമെൻസ് ഇത്തരം ഫ്ലവേഴ്സിൽ ഉള്ളത്. അതാണ് രണ്ടാമത്തെ പെക്യുലിയാരിറ്റി എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇവർക്ക് ഉള്ള സ്റ്റിഗ്മ എന്ന് പറയുന്നത് ലാർജും ഫെദറിയും ആയിരിക്കും. വളരെ വലിയ ഫെദറി ആയിട്ടുള്ള സ്റ്റിഗ്മ ആയിരിക്കും ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകാൻ കാരണം ഈ ഡിസ്പേഴ്സ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ്, അതായത് ഇപ്പോൾ വിൻഡിനകത്തുള്ള പൊളൻ ഗ്രെയിൻസിനെ ഇവർക്ക് പെട്ടെന്ന് തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്, വളരെ ഈസി ആയിട്ട് തന്നെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലാർജും ഫെദറിയും ആയിട്ടുള്ള സ്റ്റിഗ്മ ഇവയ്ക്കുള്ളത്. പിന്നെയുള്ളൊരു ഫീച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ഇങ്ങനെ വിൻഡ് പോളിനേറ്റിംഗ് ആയിട്ടുള്ള പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ്, ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടെങ്കിൽ ആ ഫ്ലവേഴ്സൊക്കെ ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ടായിരിക്കും പാക്ക് ചെയ്തിട്ടുണ്ടാവുക. അതായത് ഇതൊക്കെ ഒരു ഫ്ലോറൽ ആക്സിസിന്മേൽ അറേഞ്ച് ചെയ്തിട്ടായിരിക്കും കാണുക. അപ്പോൾ ഇതൊക്കെയാണ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ് ലൈറ്റും നോൺ സ്റ്റിക്കും ആയിരിക്കും. ഇവരുടെ സ്റ്റേമൻസ് വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും. പെട്ടെന്ന് തന്നെ പോളൻ ഗ്രെയിൻസിനെ ഡിസ്പേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ. അതുപോലെ ഇവിടെയുള്ള സ്റ്റിഗ്മ ലാർജും ഫെദറിയും ആയിരിക്കും. പെട്ടെന്ന് തന്നെ അല്ലെങ്കിൽ ഈസി ആയിട്ട് തന്നെ പോളൻ ഗ്രെയിൻസിനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എയറിൽ നിന്ന്. അതുപോലെ ഇവരുടെ ന്യൂമറസ് ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ആയിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതാണ് ഇതിൻ്റെ പെക്യുലിയാരിറ്റീസ് അഥവാ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇങ്ങനെ വിൻഡ് പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ് കോൺ കോബ്, റൈസ്, മെയ്സ്, പപ്പായ, ഡേറ്റ് പാം. അപ്പോൾ ഇത്തരം പ്ലാന്റ്സിൽ, ഈ പറഞ്ഞ പ്ലാന്റ്സിലൊക്കെ ഫ്ലവേഴ്സ് പോളിനേറ്റ് ചെയ്യുന്നത് വിൻഡിൻ്റെ സഹായത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് അതിൻ്റെ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺ കോബ്, റൈസ്, മെയ്സ്, പപ്പായ, ഡേറ്റ് പാം. അപ്പോൾ ഇതൊക്കെയാണ് ഈ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയാണ് പോളിനേഷൻ ബൈ വിൻഡ് അഥവാ അനീമോഫിലിയിൽ വരുന്നത്. പോളിനേഷൻ ബൈ വിൻഡ് എന്ന് പറയുന്നത് ഒരു എബയോട്ടിക് ഏജൻ്റ് ആണ്. അതുപോലെ വിൻഡും വാട്ടറും വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് വിൻഡാണ് മോർ കോമൺ എബയോട്ടിക് ഏജൻ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് പോളിനേഷൻ ബൈ വാട്ടർ അഥവാ ഹൈഡ്രോഫിലിയാണ്. പോളിനേഷൻ ബൈ വിൻഡിനെ അനീമോഫിലി എന്ന് വിളിച്ചതുപോലെ തന്നെ പോളിനേഷൻ ബൈ വാട്ടർ അല്ലെങ്കിൽ വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയുള്ള പോളിനേഷനെ ഹൈഡ്രോഫിലി എന്നാണ് വിളിക്കുന്നത്. ഈ ഹൈഡ്രോഫിലിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വളരെ റെയർ ആണ്. ഇറ്റ് ഈസ് ക്വൈറ്റ് റെയർ. അതുപോലെ ഇറ്റ് ഈസ് ലിമിറ്റഡ് ടു അബൌട്ട് 30 ജനേറ. 30 ജനേറകൾ മാത്രമേ ഈ ഹൈഡ്രോഫിലി കാണിക്കുന്നുള്ളൂ. അതിൻ്റെ എക്സാമ്പിളാണ് വാലിസ്നേറിയ ആൻഡ് ഹൈഡ്രില. അതൊക്കെ ഫ്രഷ് വാട്ടർ ആണ്. സൂസ്റ്റീറ എന്ന് പറയുന്നത് മറൈൻ സീഗ്രാസ് ആണ്. അപ്പോൾ ഹൈഡ്രോഫിലി കാണിക്കുന്ന പ്ലാന്റ്സിന് എക്സാമ്പിളാണ് വാലിസ്നേറിയയും ഹൈഡ്രിലയും. അതൊക്കെ ഫ്രഷ് വാട്ടറിൽ വളരുന്നതാണ്. എന്നാൽ സൂസ്റ്റീറ എന്ന് പറയുന്ന പ്ലാന്റ് അത് മറൈൻ സീഗ്രാസ് ആണ്, അതായത് സീ വാട്ടറിൽ വളരുന്നതാണ്. അപ്പോൾ ഈ ഹൈഡ്രോഫിലി വളരെ റെയർ ആണെന്ന് പറഞ്ഞു. എങ്കിലും ലോവർ പ്ലാന്റ്സിൻ്റെ കേസിൽ, അതായത് ബ്രയോഫൈറ്റ്സിൻ്റെയും ടെറിഡോഫൈറ്റ്സിൻ്റെയും കേസൊക്കെ വരുമ്പോഴേക്കും അവിടെ മെയിൽ ഗ്യാമേറ്റ്സിൻ്റെ ട്രാൻസ്ഫറിന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത് ഈ വെള്ളം തന്നെയാണ്. ഇതിനെ പറ്റിയിട്ട് നമ്മൾ മുൻപും പഠിച്ചിട്ടുണ്ട്. അതായത് +1 നമുക്ക് പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ബ്രയോഫൈറ്റ്സ് എന്ന സെക്ഷൻ വരുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു, ബ്രയോഫൈറ്റ്സ് എന്ന് പറയുന്നത് ആംഫിബിയൻസ് ഓഫ് ദി പ്ലാൻ കിങ്ഡം എന്നാണ് അറിയപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ബ്രയോഫൈറ്റ്സിന് സോയിലിൽ ലിവ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ സോയിലിൽ വളരാൻ പറ്റും. പക്ഷേ അതിന് സെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷന് വേണ്ടി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അതിനെ ആംഫിബിയൻസ് എന്ന് വിളിച്ചിരുന്നത് അവിടെ. അതുതന്നെയാണ് ഇവിടെ പറയുന്നത്. ചില ബ്രയോഫൈറ്റ്സിൻ്റെയും ടെറിഡോഫൈറ്റ്സിൻ്റെയും മെയിൽ ഗ്യാമേറ്റിൻ്റെ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ പറഞ്ഞ വാട്ടർ എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. അപ്പോൾ ഇങ്ങനെ മെയിൽ ഗ്യാമേറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടിനും ഫെർട്ടിലൈസേഷനും ഒക്കെ ഇവർക്ക് വെള്ളം ആവശ്യമുള്ളത് കൊണ്ടാണ് ഈ പറഞ്ഞ ചില ബ്രയോഫൈറ്റ്സിൻ്റെയും ടെറിഡോഫൈറ്റ്സിൻ്റെയും ഡിസ്ട്രിബ്യൂഷൻ ഇപ്പോഴും ലിമിറ്റഡ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രോഫിലി ഭയങ്കര റെയർ ആണെങ്കിലും ലോവർ പ്ലാന്റ്സിൻ്റെ കേസിൽ ഈ ഹൈഡ്രോഫിലി തന്നെയാണ് അല്ലെങ്കിൽ വാട്ടർ തന്നെയാണ് മെയിൽ ഗ്യാമേറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടിന് സഹായിക്കുന്നത്. വാട്ടറിലൂടെയാണ് ഈ മെയിൽ ഗ്യാമേറ്റ്സ് ട്രാവൽ ചെയ്ത് ഫീമെയിൽ ഗ്യാമേറ്റിൻ്റെ അടുത്തെത്തി ഫ്യൂഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അപ്പോൾ ഹൈഡ്രോഫിലി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെയുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് വാലിസ്നേറിയയും ഹൈഡ്രിലയും. അത് ഫ്രഷ് വാട്ടറിൽ ഗ്രോ ചെയ്യുന്ന പ്ലാന്റ്സ് ആണെങ്കിൽ സൂസ്റ്റീറ എന്ന് പറയുന്നത് ഒരു മറൈൻ സീഗ്രാസ് ആണ്. അതാണ് എക്സാമ്പിൾസ് നമ്മളവിടെ പറഞ്ഞത്. ഇനി വാലിസ്നേറിയയിൽ എങ്ങനെയാണ് പോളിനേഷൻ ബൈ വാട്ടർ അഥവാ ഹൈഡ്രോഫിലി നടക്കുന്നതെന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇൻ വാലിസ്നേറിയ ദ ഫീമെയിൽ ഫ്ലവർ റീച്ചസ് ദ സർഫസ് ഓഫ് വാട്ടർ ബൈ ദ ലോങ് സ്റ്റോക്ക് ആൻഡ് ദ മെയിൽ ഫ്ലവേഴ്സ് ഓർ പൊളൻ ഗ്രെയിൻസ് ആർ റിലീസ്ഡ് ഓൺ ടു ദ സർഫസ് ഓഫ് വാട്ടർ.
അതായത് വാലിസ്നേറിയയിൽ ഫീമെയിൽ ഫ്ലവർ എന്ന് പറയുന്നത് വാട്ടറിൻ്റെ സർഫസിലായിരിക്കും കാണുക. കാരണം അവരുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് വളരെ നീളമുള്ളതായിരിക്കും. ആ ഒരു തണ്ടെന്ന് പറയുന്നത് വളരെ നീളമുള്ളതായതുകൊണ്ട് ആ ഫീമെയിൽ ഫ്ലവേഴ്സ് സർഫസിലായിരിക്കും കാണുക. അപ്പോൾ മെയിൽ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് സർഫസിലേക്ക് റിലീസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സർഫസിലേക്ക് റിലീസ് ചെയ്യപ്പെട്ട പൊളൻ ഗ്രെയിൻസിനെ അല്ലെങ്കിൽ മെയിൽ ഫ്ലവേഴ്സിനെ പിന്നീട് വാട്ടർ കറണ്ട് അല്ലെങ്കിൽ ഈ വെള്ളത്തിൻ്റെ ഒഴുക്കാണ് ക്യാരി ചെയ്ത് ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് എത്തിച്ചിട്ട് ഫെർട്ടിലൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. അതായത് വാലിസ്നേറിയയിൽ ഫീമെയിൽ ഫ്ലവേഴ്സ് കാണുന്നത് സർഫസിലാണ്. കാരണം അവരുടെ തണ്ടെന്ന് പറയുന്നത് വളരെ നീളമുള്ളതായതുകൊണ്ട് സർഫസിലായിരിക്കും ഫീമെയിൽ ഫ്ലവേഴ്സിനെ കാണുക. മെയിൽ ഫ്ലവേഴ്സ് അപ്പോഴും വെള്ളത്തിനടിയിലായിരിക്കും. അപ്പോൾ ഈ മെയിൽ ഫ്ലവേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് അത് സർഫസിലേക്കാണ് റിലീസ് ചെയ്യുന്നത്. അങ്ങനെ സർഫസിലേക്ക് റിലീസ് ചെയ്യുന്ന ആ പൊളൻ ഗ്രെയിൻസിനെ ഈ വെള്ളമാണ് ക്യാരി ചെയ്ത് ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുന്നത്. ഇത് സംഭവിക്കുന്നത് വാലിസ്നേറിയ, അതായത് ഫ്രഷ് വാട്ടറിൽ വളരുന്ന ഒരു പ്ലാന്റ് ആയിട്ടുള്ള വാലിസ്നേറിയയിലാണ്. എന്നാൽ സീ ഗ്രാസസിൽ നമ്മൾ പറഞ്ഞ സൂസ്റ്റീറ പോലുള്ള മറൈൻ സീ ഗ്രാസസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീമെയിൽ ഫ്ലവേഴ്സ് അവിടെ സർഫസിലൊന്നുമല്ല, ഫീമെയിൽ ഫ്ലവേഴ്സ് വാട്ടറിനകത്ത് തന്നെയായിരിക്കും. അതായത് ഇറ്റ് മീൻസ് സബ്മേർജ്ഡ് ഇൻസൈഡ് ദ വാട്ടർ, വാട്ടറിനകത്ത് തന്നെയായിരിക്കും ഈ പറഞ്ഞ ഫീമെയിൽ ഫ്ലവേഴ്സിനെ കാണുക. അങ്ങനെ അവിടെ റിലീസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് അതും ഈ പറഞ്ഞ വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണ് സ്റ്റിഗ്മയിലേക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഫ്ലവേഴ്സിലേക്ക് എത്തിപ്പെട്ട് ഫെർട്ടിലൈസേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസിന് ഒരു പ്രത്യേകതയുണ്ട്. അവ ലോങ് ആയിട്ടുള്ളതും റിബൺ പോലെ ഇരിക്കുന്നതുമായിരിക്കും. അപ്പോൾ സൂസ്റ്റീറ പോലുള്ള മറൈൻ സീ ഗ്രാസസിൽ എന്താണ് സംഭവിക്കുന്നത്? ഫീമെയിൽ ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഈ വാട്ടറിനകത്ത് തന്നെയായിരിക്കും കാണുന്നത്. അവിടെ റിലീസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ലോങ് ആയിരിക്കും, നീളമുള്ളതായിരിക്കും, അല്ലെങ്കിൽ റിബൺ പോലെ ഇരിക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള പൊളൻ ഗ്രെയിൻസ് പിന്നീട് ഈ വാട്ടറിൻ്റെ സഹായത്തോടു കൂടി അല്ലെങ്കിൽ വാട്ടറിൻ്റെ ഒഴുക്കിൽപ്പെട്ടാണ് ഈ പറഞ്ഞ ഫീമെയിൽ ഫ്ലവേഴ്സിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സ്റ്റിഗ്മയിലേക്കോ എത്തിപ്പെടുന്നത്. അപ്പോൾ വാലിസ്നേറിയയും ഈ പറഞ്ഞ സീഗ്രാസും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. വാലിസ്നേറിയയിൽ ഫ്ലവേഴ്സ് സർഫസിലാണെങ്കിൽ സീഗ്രാസസിൽ ഫ്ലവേഴ്സ് വാട്ടറിന് അകത്ത് തന്നെയായിരിക്കും, ഫീമെയിൽ ഫ്ലവർ. ഇനി നമുക്ക് ഈ വാട്ടർ പോളിനേറ്റഡ് ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് അഥവാ പെക്യുലിയാരിറ്റീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അതായത് വാട്ടറിൻ്റെ സഹായത്തോടു കൂടി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ്. അപ്പോൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് ഒരു മ്യൂസിലേജിനസ് കവറിങ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതായത് ദ പൊളൻ ഗ്രെയിൻസ് വിച്ച് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ദേ ആർ പ്രൊട്ടക്റ്റഡ് ബൈ മ്യൂസിലേജിനസ് കവറിങ്. അവർക്ക് ചുറ്റും ഒരു കവറിങ് ഉണ്ടാകും, മ്യൂസിലേജിനസ് കവറിങ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ പൊളൻ ഗ്രെയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ചുറ്റും മ്യൂസിലേജിനസ് കവറിങ് എന്ന പേരുള്ള ഒരു കവറിങ് കാണും. അതുപോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് ചില സ്പീഷീസുകളിൽ നീളമുള്ളതും റിബൺ പോലെയുള്ളതും ആയിരിക്കും. ദാറ്റ് ഈസ് ലാർജ് ആൻഡ് റിബൺ ഷേപ്ഡ് പൊളൻ ഗ്രെയിൻസ് ഇൻ സം സ്പീഷീസ്. ഈ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ചില സ്പീഷീസുകളിലുള്ള പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് വളരെ വലുതും റിബണിൻ്റെ ഷേപ്പിലുള്ളതുമായിരിക്കും. അതുപോലെ ഈ വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് നെക്ടർ അല്ലെങ്കിൽ ഹണി പ്രൊഡ്യൂസ് ചെയ്യില്ല. അതായത് ഇതുപോലെയുള്ള വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൽ തേന് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതുപോലെ ഓൾ അക്വാട്ടിക് പ്ലാന്റ്സ് ആർ നോട്ട് പോളിനേറ്റഡ് ബൈ വാട്ടർ. എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സും വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയല്ല പോളിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിചാരിക്കും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോഴേക്കും അതിൽ വരുന്നത് എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സുമാണ്. അതായത് വാട്ടറിൽ വളരുന്ന എല്ലാ പ്ലാന്റ്സും ഈ വാട്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് പോളിനേറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല. ചില പ്ലാന്റ്സ് വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയാണെങ്കിൽ ചിലത് വിൻഡിൻ്റെയോ അഥവാ ഇൻസെക്ട്സിൻ്റെയോ സഹായത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ഈഷോർണിയ ആൻഡ് വാട്ടർ ലില്ലി ആർ ഇൻസെക്ട് പോളിനേറ്റിംഗ് ഹൈഡ്രോഫൈറ്റ്സ്. നമ്മൾ ഈഷോർണിയ ക്രാസിപ്പസ് എന്ന് പറയുന്നത് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിരുന്നു, വാട്ടർ ഹൈസിന്ത് ആണ്. അപ്പോൾ ഈഷോർണിയ എന്ന് പറയുന്ന ജീനസ് നെയിമാണ്. അപ്പോൾ ആ ജീനസിൽ വരുന്ന സ്പീഷീസുകളും അതുപോലെ വാട്ടർ ലില്ലിയും ഇൻസെക്ട് പോളിനേറ്റിംഗ് ഹൈഡ്രോഫൈറ്റ്സ് ആണ്. ഇവ വാട്ടറിലാണ് വളരുന്നതെങ്കിൽ പോലും, അതായത് ഇവ അക്വാട്ടിക് പ്ലാന്റ്സ് ആണെങ്കിൽ പോലും ഇവയിൽ പോളിനേഷൻ നടക്കുന്നത് ഇൻസെക്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും ഓർക്കുക, എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സിലും വാട്ടറിൻ്റെ സഹായത്തോടു കൂടിയല്ല, അല്ലെങ്കിൽ എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അവിടെ ചിലപ്പോൾ വിൻ പോളിനേഷൻ നടക്കാം, അല്ലെങ്കിൽ പോളിനേഷൻ ബൈ ഇൻസെക്ട്സ് നടക്കാം. അപ്പോൾ ഇത്രയാണ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് അഥവാ പെക്യുലിയാരിറ്റീസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള പൊളൻ ഗ്രെയിൻസ് എന്ന് പറയുന്നത് മ്യൂസിലേജിനസ് കവറിങ് കൊണ്ട് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. ചില സ്പീഷീസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പൊളൻ ഗ്രെയിൻസ് ലാർജും റിബൺ ഷേപ്ഡും ആയിരിക്കും. ഇവിടെ ഹണി പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുപോലെ എല്ലാ അക്വാട്ടിക് പ്ലാന്റ്സും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ എക്സാമ്പിൾ ഓർക്കുക, വാലിസ്നേറിയ, സൂസ്റ്റീറ ആൻഡ് ഹൈഡ്രില്ല. വാലിസ്നേറിയയും ഹൈഡ്രില്ലയും ഫ്രഷ് വാട്ടർ ആണെങ്കിൽ സൂസ്റ്റീറ മറൈൻ സീഗ്രാസ് ആണ്. ഇവിടെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ നോട്ട് വെരി കളർഫുൾ ആൻഡ് ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ. അതായത് വിൻഡിൻ്റെയും വാട്ടറിൻ്റെയും സഹായത്തോടു കൂടി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് അഥവാ വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അവ അത്ര കളർഫുൾ അല്ലായിരിക്കും. അതുപോലെ അവരിൽ നെക്ടർ അല്ലെങ്കിൽ ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവില്ല. അതിന് കാരണം ഇതാണ്,
ഫ്ലവേഴ്സ് കളർഫുള്ളായിരിക്കുന്നതും അതിൽ നെക്റ്റാർ അല്ലെങ്കിൽ ഹണി പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇൻസെക്ട്സിനെ അല്ലെങ്കിൽ ആനിമൽസിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അട്രാക്റ്റ് ചെയ്ത് അവരുടെ സഹായത്തോടു കൂടി പോളിനേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചില ഫ്ലവേഴ്സ് കളർഫുൾ ആകുന്നതും അവരിൽ നെക്റ്റാർ അല്ലെങ്കിൽ ഹണി തേൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതും. പക്ഷേ ഇവിടെ പോളിനേഷൻ നടക്കുന്നത് വിൻഡിൻ്റെയും വാട്ടറിൻ്റെയും സഹായത്തോടു കൂടിയാണ്. അതായത് നോൺ ലിവിങ് ആയിട്ടുള്ള വിൻഡും വാട്ടറുമാണ് ഇവരിൽ പോളിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഇത്തരം ഫ്ലവേഴ്സിൽ അങ്ങനെ കളർഫുൾ ആകേണ്ട കാര്യമില്ല, അതുപോലെ അവരിൽ നെക്ടാർ പ്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് ഇവ അത്ര കളർഫുൾ ആകാത്തതും ഇവയിൽ നെക്ടാർ പ്രൊഡ്യൂസ് ചെയ്യാത്തതും. അപ്പോൾ അത്രയാണ് നമുക്ക് ഏബയോട്ടിക് ഏജൻസിൽ വരുന്നത്. ഏബയോട്ടിക് ഏജൻസി രണ്ടെണ്ണമുണ്ട്, വിൻഡ് ആൻഡ് വാട്ടർ. വിൻഡിൻ്റെയും വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെയും വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെയും ഫീച്ചേഴ്സും അതിൻ്റെ എക്സാമ്പിൾസും നമ്മൾ കണ്ടു. ഇനി നമുക്ക് വരുന്നത് ബയോട്ടിക് ഏജൻസ് ആണ്, അല്ലെങ്കിൽ ലിവിങ് ഏജൻസ് ഓഫ് പോളിനേഷൻ ആണ് ബയോട്ടിക് ഏജൻസ് എന്ന് പറയുന്നത്. അതിൽ വരുന്നതാണ് ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഏബയോട്ടിക് ഏജൻസിൽ വിൻഡിനെയും വാട്ടറിനെയും കമ്പയർ ചെയ്യുമ്പോൾ വിൻഡാണ് മോർ കോമൺ ഏബയോട്ടിക് ഏജൻറ്റ് എന്ന് പറഞ്ഞതുപോലെ ഇവിടെ നമ്മൾ ബയോട്ടിക് ഏജൻസിനെയും ഏബയോട്ടിക് ഏജൻസിനെയും കമ്പയർ ചെയ്യുമ്പോൾ ബയോട്ടിക് ഏജൻസ് ആണ് കൂടുതൽ ഫ്ലവറിങ് പ്ലാന്റ്സും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ബയോട്ടിക് ഏജൻസിന് എക്സാമ്പിളാണ് ബീസ്, ബട്ടർഫ്ലൈസ്, ഫ്ലൈസ്, ബീറ്റിൽസ്, വാസ്പ്സ്, ആൻസ്, മോത്ത്സ്, ബേർഡ്സ്, ബാറ്റ്സ്, പ്രൈമേറ്റ്സ്, ആർബോറിയൽ, ട്രീ ഡ്വെല്ലിംഗ്, റോഡൻസ്, റെപ്റ്റൈൽസ്, ഗെക്കോ ലിസാർഡ് ആൻഡ് ഗാർഡൻ ലിസാർഡ് എക്സെട്ര. അപ്പോൾ ഇത്രയും ബയോട്ടിക് ഏജൻസ് ആണ് നമുക്കുള്ളത്. ഇതിനേക്കാൾ കൂടുതലുണ്ട്. ഇവിടെ നമ്മൾ ഇത്രയും ബയോട്ടിക് ഏജൻസിൻ്റെ കാര്യമാണ് ടെക്സ്റ്റിൽ പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ ആനിമൽസ് അല്ലെങ്കിൽ ഇൻസെക്ട്സ് ഒക്കെ ഫ്ലവറിങ് പ്ലാന്റ്സിനെ പോളിനേഷന് സഹായിക്കുന്ന ആളുകളായതുകൊണ്ടാണ് ഇവയെ ബയോട്ടിക് ഏജൻസ് എന്ന് പറയുന്നത്. ഇനി പോളിനേഷൻ ബൈ ഇൻസെക്ട്സ് എൻഡോമോഫിലി, പെർട്ടിക്കുലർലി ബീസ് ഈസ് മോർ കോമൺ. അതായത് ഇൻസെക്ട്സിൻ്റെ പോളിനേഷൻ, ഇൻസെക്ട്സിൻ്റെ സഹായത്തോടു കൂടിയുള്ള പോളിനേഷന് എൻഡോമോഫിലി എന്നാണ് പറയുന്നത്. ഇൻസെക്ട്സിൻ്റെ പോളിനേഷനിൽ തന്നെ ബീസിൻ വഴിയുള്ള പോളിനേഷൻ അല്ലെങ്കിൽ തേനീച്ചയുടെ സഹായത്തോടു കൂടിയുള്ള പോളിനേഷനാണ് മോർ കോമൺ ആയിട്ടുള്ളത്. അതായത് അധികം ഫ്ലവറിങ് പ്ലാന്റ്സും ബയോട്ടിക് ഏജൻസിൽ വരുമ്പോൾ പോളിനേറ്റ് ചെയ്യുന്നത് ഈ ബീസിൻ്റെ അല്ലെങ്കിൽ തേനീച്ചയുടെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇവിടെ പഠിക്കേണ്ട മറ്റൊരു ടേമാണ് പോളിനേഷൻ ബൈ ഇൻസെക്ട്സിനെ എൻഡോമോഫിലി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞ 3 ടേംസ് നമുക്കൊന്ന് ഓർത്ത് നോക്കാം. പോളിനേഷൻ ബൈ വിൻഡിനെ അനീമോഫിലി എന്നും, പോളിനേഷൻ ബൈ വാട്ടറിനെ ഹൈഡ്രോഫിലി എന്നും, പോളിനേഷൻ ബൈ ഇൻസെക്ട്സിനെ എൻഡോമോഫിലി എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സാണ്. അതായത് ഇൻസെക്റ്റിൻ്റെ സഹായത്തോടു കൂടി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ലാർജ് ആയിരിക്കും, കളർഫുൾ ആയിരിക്കും, ഫ്രേഗ്രൻ്റ് ആയിരിക്കും ആൻഡ് റിച്ച് ഇൻ നെക്ടാർ. അപ്പോൾ ഈ ഇൻസെക്റ്റിൻ്റെ സഹായത്തോടു കൂടി പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് വളരെ വലുതായിരിക്കും, അത് ഭയങ്കര കളർഫുൾ ആയിരിക്കും, അതിന് പല നിറങ്ങളുണ്ടാകും, അതുപോലെ ഭയങ്കര ഫ്രേഗ്രൻ്റ് ആയിരിക്കും, അതിന് നല്ല സ്മെല്ലുണ്ടാകും, അതുപോലെ ഇറ്റ് പ്രൊഡ്യൂസസ് നെക്ടാർ അല്ലെങ്കിൽ ഹണി ഉണ്ടാകും അവരിൽ. അപ്പോൾ ഇങ്ങനെ നെക്ടാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഇങ്ങനെ കളർഫുൾ ആകുന്നതും ഇങ്ങനെ നല്ല സ്മെല്ല് അല്ലെങ്കിൽ ഫ്രേഗ്രൻ്റ് ആകുന്നതും ഈ ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്താൽ മാത്രമേ അതിനെ അടുത്തേക്ക് കൊണ്ടുവന്ന് അതിന്മേൽ ആ പോളൻ ഗ്രെയിൻസിനെ ഡിസ്പേഴ്സ് ചെയ്ത് ഈ പറഞ്ഞ ഇൻസെക്റ്റ് വീണ്ടും മറ്റൊരു ഫ്ലവറിൽ ചെന്നിരിക്കുമ്പോൾ ആ പോളൻ ഗ്രെയിൻസ് അവിടെ വീണ് അങ്ങനെ പോളിനേഷൻ സംഭവിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഇൻസെക്റ്റ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ലാർജും കളർഫുള്ളും ഫ്രേഗ്രൻറ്റും നെക്ടാർ പ്രൊഡ്യൂസ് ചെയ്യുന്നതും ആകുന്നത്. അപ്പോൾ ഇവയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ നെക്ടാറും ഇവയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസും തന്നെയാണ് ഇങ്ങനെ പോളിനേറ്റ് ചെയ്യുന്ന ഇൻസെക്ട്സിന് കൊടുക്കുന്ന ഫ്ലോറൽ റിവാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇൻസെക്റ്റ് ഫ്ലവറിനെയും സഹായിക്കുന്നുണ്ട്, ഫ്ലവർ ഇൻസെക്റ്റിനെയും സഹായിക്കുന്നുണ്ട്. ഇൻസെക്റ്റ് ഫ്ലവറിനെ സഹായിക്കുന്നത് പോളിനേഷൻ നടത്തി കൊടുത്തുകൊണ്ടാണ്, എങ്കിൽ ഫ്ലവർ ഇൻസെക്റ്റിനെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ഫ്ലവറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന നെക്ടാറും പോളൻ ഗ്രെയിൻസും ഈ പറഞ്ഞ ഇൻസെക്റ്റിന് ഫ്ലോറൽ റിവാർഡ്സ് ആയിട്ട് കൊടുത്തുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു ഇൻസെക്റ്റ് പോളിനേഷൻ്റെ കേസിൽ ഇൻസെക്റ്റിനും അതുപോലെ ഫ്ലവറിനും, ഇൻസെക്റ്റിനും പൂവിനും രണ്ടുപേർക്കും ഈ പറഞ്ഞ ഇൻസെക്റ്റ് പോളിനേഷൻ ഹെൽപ്ഫുള്ളാണ്. അതുപോലെ സ്മോൾ ഫ്ലവേഴ്സ് ഫ്രം ഇൻഫ്ലോറസൻസ് ടു മേക്ക് ദം വിസിബിൾ. അതായത് ഈ ഇൻസെക്റ്റ് പോളിനേറ്റഡ് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സ് വളരെ ചെറുതാണെങ്കിൽ ആ ചെറിയ ഫ്ലവേഴ്സ് ഇൻഫ്ലോറസൻസ് ഫോം ചെയ്യും. ഇൻഫ്ലോറസൻസ് എന്താണ് നമ്മൾ പറഞ്ഞു, ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഫ്ലവേഴ്സ് ഓൺ ഫ്ലോറൽ ആക്സിസ്. ഫ്ലോറൽ ആക്സിസിന്മേൽ ഈ ചെറിയ ഫ്ലവേഴ്സിനെ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇൻഫ്ലോറസൻസ് എന്ന് പറയുന്നത്. അങ്ങനെ ഇൻഫ്ലോറസൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരെ കാണാൻ എളുപ്പമായിരിക്കും. അതായത് ഒരൊറ്റ ചെറിയ ഫ്ലവറായിട്ട് നിന്ന് കഴിഞ്ഞാൽ ഈ ഇൻസെക്റ്റിന് കാണാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇൻഫ്ലോറസൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി ഫ്ലവേഴ്സ് ഇങ്ങനെ കൂടി നിൽക്കുമ്പോഴേക്കും ഇൻസെക്റ്റിന് കാണാൻ പറ്റും. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ഫ്ലവേഴ്സ് വിച്ച് ആർ പോളിനേറ്റഡ് ബൈ ഫ്ലൈസ് ആൻഡ് ബീറ്റിൽസ് ദേ സെക്രീറ്റ് ഫോൾ ഓഡേഴ്സ് ടു അട്രാക്ട് ദീസ് ആനിമൽസ്. അതായത് ഫ്ലൈസും ബീറ്റിൽസും പോളിനേറ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സ് അവ ഫോൾ ഓഡർ സെക്രീറ്റ് ചെയ്യും ഈ ആനിമൽസിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ബട്ടർഫ്ലൈസും ഹണി ബീസൊക്കെയാണ് ഒരു ഫ്ലവറിനെ പോളിനേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഡർ അല്ലെങ്കിൽ അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്മെല്ല് എന്ന് പറയുന്നത് വളരെ പ്ലസൻറ്റും സ്വീറ്റും ആയിട്ടുള്ള സ്മെല്ലായിരിക്കും അങ്ങനെയുള്ള ആനിമൽസിനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇൻസെക്റ്റിനെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാൽ ഫ്ലൈസും ബീറ്റിൽസിൻ്റെയും കേസ് വരുമ്പോൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫോളായിട്ടുള്ള അത്ര നല്ലതല്ലാത്ത ഒരു സ്മെല്ലായിരിക്കും. ഇത്തരം ആനിമൽസിന് അങ്ങനത്തെ സ്മെല്ലാണ് ഇഷ്ടം. അതുകൊണ്ടാണ് അങ്ങനെ സ്മെല്ല് പ്രൊഡ്യൂസ് ചെയ്ത് ഇത്തരം ആനിമൽസിനെ അല്ലെങ്കിൽ ഇത്തരം ഇൻസെക്ട്സിനെ അട്രാക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് അവർ സ്റ്റിക്കി ആയിരിക്കും. അതായത് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് അത് ഒട്ടിപ്പിടിക്കുന്ന തരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് ആയിരിക്കും. നമ്മൾ വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് പറഞ്ഞപ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് നോൺ സ്റ്റിക്കി ആണെന്ന് പറഞ്ഞു, ലൈറ്റ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ സ്റ്റിക്കി ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെ സ്റ്റിക്കി ആവാൻ കാരണം ഈ പറഞ്ഞ ഇൻസെക്ട്സ് വന്ന് ഈ പൂക്കളുമേ ഇരിക്കുന്ന സമയത്ത് അതിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ഈ ഇൻസെക്ട്സിൻ്റെ മേൽ പറ്റിപ്പിടിക്കണം എങ്കിൽ ആ പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിരിക്കണം. അതുകൊണ്ടാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കി ആയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഫ്ലവേഴ്സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന തേന് അല്ലെങ്കിൽ നെക്റ്റാറും പോളൻ ഗ്രെയിൻസും ഈ പോളിനേറ്റ് ചെയ്യാൻ വരുന്ന ഇൻസെക്ട്സിന് ഫ്ലോറൽ റിവാർഡ്സ് ആയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചില പ്ലാന്റ്സിൽ ഇതിന് പകരം മുട്ടയിടാൻ സ്ഥലമാണ്, സേഫ് പ്ലേസ് ആണ് ചില പ്ലാന്റുകൾ ഫ്ലോറൽ റിവാർഡായിട്ട് കൊടുക്കുന്നത്. അതായത് ഈ പോളിനേറ്റ് ചെയ്യാൻ വരുന്ന ഇൻസെക്റ്റിന് അല്ലെങ്കിൽ ആ ആനിമലിന് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരു സേഫ് പ്ലേസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് അവർക്ക് ഫ്ലോറൽ റിവാർഡ് ഈ പറഞ്ഞ പ്ലാന്റ്സ് കൊടുക്കുന്നത്. അതിന് എക്സാമ്പിളാണ് അമോർഫോഫാലസ് എന്ന് പറയുന്ന ചെടി. അമോർഫോഫാലസിൻ്റെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അമോർഫോഫാലസിനാണ് ഏറ്റവും ടോളസ്റ്റ് ഉയരം കൂടിയ ഫ്ലവർ ഉള്ളത്. അതിൻ്റെ ഉയരം എന്ന് പറയുന്നത് 6 ഫീറ്റാണ്. അപ്പോൾ ഈ അമോർഫോഫാലസിനെ പോളിനേറ്റ് ചെയ്യുന്ന ഇൻസെക്റ്റിന് അമോർഫോഫാലസ് കൊടുക്കുന്ന ഫ്ലോറൽ റിവാർഡ് എന്ന് പറയുന്നത് ആ ഇൻസെക്റ്റിന് മുട്ടയിടാനുള്ള ഒരു സേഫ് പ്ലേസ് ആണ്. അതിന് മറ്റൊരു എക്സാമ്പിളാണ് യൂക്ക എന്ന് പറയുന്ന ചെടിയും അതുപോലെ മോത്തിൻ്റെ ഒരു സ്പീഷീസും. അപ്പോൾ ഈ മോത്തിനും ഈ യൂക്ക എന്ന് പറയുന്ന ചെടിക്കും അതിൻ്റെ ലൈഫ് സൈക്കിള് പരസ്പരമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് ഈ മോത്ത് അതിൻ്റെ മുട്ടയിടുന്നത് ഈ യൂക്കയുടെ ഓവറിയുടെ അകത്തുള്ള ഒവേറിയൻ ക്യാവിറ്റി അഥവാ ലോക്യൂളിനകത്താണ്. അതുപോലെ ഈ മോത്ത് തന്നെയാണ് ഈ യൂക്ക എന്ന് പറയുന്ന ചെടിയുടെ പോളിനേഷനും നടത്തുന്നത്. അപ്പോൾ ഈ മോത്തിൻ്റെ സ്പീഷീസിനും അതുപോലെ യൂക്ക എന്ന് പറയുന്ന ചെടിക്കും അവരുടെ ലൈഫ് സൈക്കിൾ പരസ്പരമില്ലാതെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നുണ്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് യൂക്ക എന്ന് പറയുന്ന ചെടി ഈ മോത്തിന് മുട്ടയിടാൻ വേണ്ടിയിട്ട് ഒരു സേഫ് പ്ലേസ് കൊടുക്കുന്നുണ്ട്. ആ സേഫ് പ്ലേസ് എന്ന് പറയുന്നത് ഈ യൂക്ക എന്ന് പറയുന്ന ചെടിയുടെ ഓവറിക്കകത്തുള്ള ഒവേറിയൻ ക്യാവിറ്റി അഥവാ ലോക്യൂളിനകത്ത് ഈ ഇൻസെക്റ്റിന് മുട്ടയിടാൻ സ്ഥലം കൊടുക്കുന്നു. അതുപോലെ ഈ ഇൻസെക്റ്റ് തിരിച്ചിതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്? ഈ ഇൻസെക്റ്റാണ് ഈ പറഞ്ഞ യൂക്ക എന്ന് പറയുന്ന ചെടിയുടെ പോളിനേഷൻ നടത്തുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ലാർജ് ആയിരിക്കും, കളർഫുള്ളായിരിക്കും, ഫ്രേഗ്രൻ്റ് ആയിരിക്കും, അതുപോലെ അവരിൽ നെക്ടാർ ഉണ്ടാകും. വരുന്ന ഇൻസെക്ട്സിന് നെക്ടാറും പോളൻ ഗ്രെയിൻസുമാണ് ഫ്ലോറൽ റിവാർഡ്സ് ആയിട്ട് കൊടുക്കുന്നത്. അവരിൽ ചെറിയ ഫ്ലവേഴ്സ് ആണെങ്കിൽ അത് ഇൻഫ്ലോറസൻസ് ഫോം ചെയ്യും. അതുപോലെ ബീറ്റിൽസിനെയും ഫ്ലൈസിനെയും അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അവരിൽ ഫ്ലോൾ ഓർഡർ സെക്രീറ്റ് ചെയ്യും. ഇവിടെ ഉണ്ടാകുന്ന പോളൻ ഗ്രെയിൻസ് സ്റ്റിക്കിയും ആയിരിക്കും. ചില പ്ലാന്റ്സ് ഫ്ലോറൽ റിവാർഡായിട്ട് കൊടുക്കുന്നത് മുട്ടയിടാനുള്ള സേഫ് പ്ലേസ് ആണ്. അതിന് എക്സാമ്പിളാണ് അമോർഫോഫാലസും അതുപോലെ യൂക്ക എന്ന് പറയുന്ന ചെടിയും അതിന് സഹായിക്കുന്ന മോത്ത് എന്ന് പറയുന്ന മോത്തിൻ്റെ ഒരു സ്പീഷീസും. ഇനി ചില ഇൻസെക്റ്റുകൾ ഈ പൊളിനേഷന് സഹായിക്കാതെ തന്നെ പോളൻ ഗ്രെയിൻസും നെക്ടാറൊക്കെ കൺസ്യൂം ചെയ്യും. അങ്ങനെയുള്ള ഇൻസെക്റ്റിനെയാണ് പോളൻ അല്ലെങ്കിൽ നെക്ടാർ റോബേഴ്സ് എന്ന് പറയുന്നത്. അതായത് ചില ഇൻസെക്റ്റുകൾ അത് പോളൻ ഗ്രെയിൻസ് കൊടുക്കും, നെക്ടാറും കൺസ്യൂം ചെയ്യും, എന്നാൽ പോളിനേഷന് സഹായിക്കില്ല. അവർ പോളിനേഷന് ഒരു യൂസും ഇല്ലാത്ത ഇൻസെക്ട്സ് ആയിരിക്കും. അങ്ങനെയുള്ള ഇൻസെക്റ്റിനെയാണ് പോളൻ അല്ലെങ്കിൽ നെക്ടാർ റോബേഴ്സ് എന്ന് പറയുന്നത്. അതായത് പോളിനേഷന് സഹായിക്കാതെ പോളൻ ഗ്രെയിൻസും നെക്ടാറും കൺസ്യൂം ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ ഉപയോഗിക്കുന്ന ഇൻസെക്റ്റിനെയാണ് പോളൻ റോബേഴ്സ് അല്ലെങ്കിൽ നെക്ടാർ റോബേഴ്സ് എന്ന് പറയുന്നത്. സോ ദേ ആർ ദ ഇൻസെക്ട്സ് വിച്ച് കൺസ്യൂം പോളൻ ഗ്രെയിൻസ് ഓർ നെക്ടാർ വിത്തൗട്ട് ഹെൽപ്പിംഗ് ഇൻ പോളിനേഷൻ അല്ലെങ്കിൽ വിത്തൗട്ട് ബ്രിങ്ങിങ് അബൌട്ട് പോളിനേഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കറിയാം ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് പല പ്രോഗ്രാംസ് ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. അതായത് പല സ്പീഷീസിനെ അല്ലെങ്കിൽ പല ഡിസൈറബിൾ ആയിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള രണ്ട് പ്ലാന്റ്സിനെയോ രണ്ട് ആനിമൽസിനെയോ ഒക്കെ ക്രോസ് ബ്രീഡ് ചെയ്തിട്ട് നല്ല ഗുണങ്ങൾ മാത്രമുള്ള ഡിസൈറബിൾ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഓഫ് സ്പ്രിങ്സിനെ അല്ലെങ്കിൽ സുപ്പീരിയർ വെറൈറ്റീസിനെ പ്രൊഡ്യൂസ് ചെയ്ത് അതിനെ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നമ്മൾ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു മെത്തേഡാണ് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഡിസൈറബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഗുണങ്ങൾ മാത്രം കമ്പൈൻ ചെയ്തിട്ട്
ഓഫ് സ്പ്രിങ്ങിനെ ഉണ്ടാക്കുന്ന ഒരു ഇന്നോവേറ്റീവ് മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള ട്രൈറ്റ്സോ അല്ലെങ്കിൽ ഗുണങ്ങളോ ഒന്നും ഉണ്ടാകില്ല. നമുക്ക് ആവശ്യമില്ലാത്ത ഗുണങ്ങളോ അല്ലെങ്കിൽ ട്രൈറ്റ്സോ ക്യാരക്ടറിസ്റ്റിക്സോ അതിലുണ്ടാകില്ല. ഡിസൈറബിൾ ആയിട്ടുള്ളത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇന്നോവേറ്റീവ് മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വൺ ഓഫ് ദ ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഓഫ് ദ ക്രോപ്പ് ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം. അപ്പോൾ ക്രോപ്പിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള ആ പ്രോഗ്രാമിൽ ഒരു ഇന്നോവേറ്റീവ് മെത്തേഡാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ഓൺലി ഡിസൈഡ് പോളൻ ഗ്രെയിൻസ് ആർ യൂസ്ഡ് ഫോർ പോളിനേഷൻ ആൻഡ് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ ഓൺലി ഡിസൈഡ് പോളൻ ഗ്രെയിൻസ്, അപ്പോൾ ഡിസൈഡ് ആയിട്ടുള്ള നല്ല ഗുണങ്ങളുള്ള പോളൻ ഗ്രെയിൻസ് മാത്രമാണ് പോളിനേഷനും ഫെർട്ടിലൈസേഷനും ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സ് ആണ്. അതായത് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷനിൽ നമ്മൾ പറഞ്ഞു ഡിസൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ഗുണങ്ങളുള്ള പോളൻ ഗ്രെയിൻസ് മാത്രമായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോഴേ നമുക്ക് സുപ്പീരിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം വരുന്ന ഒരു ഓഫ് സ്പ്രിങ്ങിനെ അല്ലെങ്കിൽ കുറച്ച് ഓഫ് സ്പ്രിങ്ങുകളെ കിട്ടുകയുള്ളൂ. അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് ഫോളോ ചെയ്യണം. ആ സ്റ്റെപ്സ് ഫോളോ ചെയ്താൽ മാത്രമേ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ സക്സസ്ഫുൾ ആയിട്ട് നമുക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് 4 സ്റ്റെപ്സാണ് മെയിൻലി വരുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റെപ്പാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ടുള്ള ഇമാസ്കുലേഷനിൽ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു ബൈസെക്ഷൽ ഫ്ലവറാണ് നമ്മുടെ അടുത്തുള്ളതെങ്കിൽ അതിൽ ബൈസെക്ഷൽ എന്ന് പറഞ്ഞാൽ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനും ഉണ്ടാകും, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാകും. അത് നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ പറഞ്ഞാണ്. അപ്പോൾ മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാകും, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ ഉണ്ടാകും. അപ്പോൾ ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ കേസിൽ നമുക്കറിയാം മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് സ്റ്റേമൻസും ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ എന്ന് പറയുന്നത് പിസ്റ്റിലും ആയിരിക്കും. അപ്പോൾ ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്നുള്ള മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ അല്ലെങ്കിൽ സ്റ്റേമെന്നെ റിമൂവ് ചെയ്യുക, അതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുക. അപ്പോൾ നമ്മൾ കൂടുതൽ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സ്റ്റേമനിൽ 2 ഭാഗമുണ്ട്, ഫിലമെൻറ്റും ഉണ്ട്, ആന്തറും ഉണ്ട്. ഇതിൽ പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആന്തറിലാണ്. അപ്പോൾ ആന്തറിനെയാണ് നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് ഇതിനകത്തുനിന്ന്. ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആന്തറിനെ റിമൂവ് ചെയ്യുന്നതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, ഈ ആന്തർ പോളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നതിന് മുൻപായിരിക്കണം ഈ റിമൂവൽ, എങ്കിൽ നമ്മളതിനെ ഇമാസ്കുലേഷൻ എന്ന് പറയും. അതായത് റിമൂവൽ ഓഫ് ആന്തർ ഫ്രം എ ബൈസെക്ഷൽ ഫ്ലവർ ബിഫോർ ഇറ്റ് റിലീസസ് പോളൻ ഗ്രെയിൻ റിലീസ് ചെയ്യുന്നതിന് മുൻപ് ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്നുള്ള ആന്തറിൻ്റെ റിമൂവലിനെയാണ്, ആന്തറിൻ്റെ എടുത്തു കളയലിനെയാണ് നമ്മൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ഒരു യൂണിസെക്ഷൽ ഫ്ലവറിൽ ക്യാരി ഔട്ട് ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ നമുക്കൊരു യൂണിസെക്ഷൽ ഫ്ലവറിൻ്റെയാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അവിടെ ഇമാസ്കുലേഷൻ ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവിടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമായിരിക്കും ഉണ്ടാവുക, മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള സ്റ്റേമൻ ഉണ്ടാവില്ല. അപ്പോൾ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബാഗിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഇമാസ്കുലേറ്റഡ് ഫ്ലവർ ഫ്രം കണ്ടാമിനേഷൻ ബൈ അൺഡിസൈറബിൾ പോളൻ ഗ്രെയിൻസ് യൂസിങ് എ ബാഗ്. അതായത് നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവേഴ്സ്, അതായത് ആന്തേഴ്സ് റിമൂവ് ചെയ്ത ആ ബൈസെക്ഷൽ ഫ്ലവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് ചുറ്റും ഒരു ബാഗ് കൊണ്ട് കവർ ചെയ്യുന്നതിനെയാണ് ബാഗിങ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അൺഡിസൈറബിൾ ആയിട്ടുള്ള പോളൻ ഗ്രെയിൻസ്, അതായത് നല്ല ഗുണങ്ങളല്ലാതെ ഉള്ള, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഗുണങ്ങളുള്ള പോളൻ ഗ്രെയിൻസ് ഇതിൽ നിന്ന് വന്ന് വീഴുന്നതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഇമാസ്കുലേറ്റഡ് ആയിട്ടുള്ള ഫ്ലവറിനെ ബാഗ് ഉപയോഗിച്ച് കവർ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്തത്, ഇമാസ്കുലേഷൻ ആണ്. അതായത് ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആന്തറിനെ പോളൻ ഗ്രെയിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിലീസ് ചെയ്യുന്നതിന് മുൻപ് റിമൂവ് ചെയ്തു, അതിനെയാണ് ഇമാസ്കുലേഷൻ എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇമാസ്കുലേറ്റ് ചെയ്ത ഈ ഫ്ലവറിനെ ഒരു ബാഗ് ഉപയോഗിച്ച് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു, കവർ ചെയ്യുന്നു. എന്തിൽ നിന്നാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, അതായത് ആവശ്യമില്ലാത്ത അനാവശ്യമായ ഗുണങ്ങളുള്ള പോളൻ ഗ്രെയിൻസിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുകൊണ്ടുള്ള കണ്ടാമിനേഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാഗിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ പറയുന്നത് ബൈസെക്ഷൽ ഫ്ലവറിൻ്റെ കേസിലാണ്. യൂണിസെക്ഷൽ ഫ്ലവറിൻ്റെ കേസിലാണെങ്കിൽ ബാഗ് ചെയ്യുന്നത് ഈ ഫ്ലവർ ഓപ്പൺ ആകുന്നതിന് മുൻപ് തന്നെയാണ്. അതായത് ബഡ് സ്റ്റേജിൽ തന്നെയായിരിക്കും അവിടെ ബാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാഗ് കൊണ്ട് ആ ഫ്ലവറിനെ കവർ ചെയ്യുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അതായത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പോളിനേഷൻ. നാച്ചുറൽ പോളിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബയോട്ടിക് ആൻഡ് എബയോട്ടിക് ഏജൻസ്, അതായത് വിൻഡും വാട്ടറും ഇൻസെക്റ്റിൻ്റെ സഹായത്തോടു കൂടിയൊക്കെ നടക്കുന്ന പോളിനേഷനാണ് നാച്ചുറൽ ആയിട്ടുള്ള പോളിനേഷൻ. അത് സാധാരണമായി നടക്കുന്നതാണ്. എന്നാൽ ആർട്ടിഫിഷ്യൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒന്നും സഹായമില്ലാതെ ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ പോളൻ ഗ്രെയിൻസിൻ്റെ സ്റ്റിഗ്മയിലേക്ക് ഡസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളതിനെ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയും. അതായത് ആർട്ടിഫിഷ്യലായിട്ട് ആന്തറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസിനെ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയും. അതായത് ഇവിടെ once the flower attains stigma receptivity, the desired pollens are dusted on the stigma.
അതായത് ഈ ഫ്ലവർ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ, അപ്പോൾ റിസെപ്റ്റിവിറ്റി എന്താണ് നമ്മൾ പറഞ്ഞിരുന്നു, അതായത് ഈ ഒരു പൊളൻ ഗ്രെയിൻ വന്ന് വീണ് കഴിയുമ്പോൾ അതിൻ്റെ ജെർമിനേഷനെയും ഗ്രോത്തിനെയൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈ സ്റ്റിഗ്മയുടെ കഴിവ്, അതിൻ്റെ അബിലിറ്റി, അതിനെയാണ് റിസെപ്റ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്ലവർ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോൾ, അതിന് സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി കിട്ടിക്കഴിയുമ്പോൾ, അതായത് ആ ഒരു കഴിവ് അതിന് കിട്ടിക്കഴിയുമ്പോഴേക്കും ഡിസൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള നല്ല ഗുണങ്ങളുള്ള ആ പൊളൻ ഗ്രെയിൻസ് ആ സ്റ്റിഗ്മയിലേക്ക് ഡസ്റ്റ് ചെയ്യും, ആ സ്റ്റിഗ്മയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതിനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ ആർട്ടിഫിഷ്യലി പോളിനേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നീട് നമ്മൾ വീണ്ടും ഇതിനെ ബാഗ് ചെയ്യും. അപ്പോൾ വീണ്ടും ബാഗ് ചെയ്യുമ്പോൾ നമ്മളതിനെ റീബാഗിങ് എന്ന് പറയും. സോ റീബാഗിങ് ദ ഫ്ലവേഴ്സ്. വീണ്ടും ഈ ഫ്ലവേഴ്സിനെ ബാഗ് ചെയ്യും, അതായത് ബാഗ് കൊണ്ട് ഇതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. ഫ്ലവേഴ്സ് ആർ റീബാഗ്ഡ് ആൻഡ് അലൗഡ് ടു ഡെവലപ്പ് ദ ഫ്രൂട്ട്സ്. ഫ്ലവേഴ്സിനെ റീബാഗ് ചെയ്യും, പിന്നീട് ഫ്രൂട്ട് ഡെവലപ്പ് ചെയ്യാൻ അലൗ ചെയ്യുന്നു. അപ്പോൾ ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ്റെ സ്റ്റെപ്സാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം നമ്മൾ ഇമാസ്കുലേറ്റ് ചെയ്തു, അതായത് ഒരു ബൈസെക്ഷൽ ഫ്ലവറിൽ നിന്ന് ആന്തർ പൊളൻ ഗ്രെയിൻസ് റിലീസ് ചെയ്യുന്നതിന് മുൻപ് റിമൂവ് ചെയ്തു. യൂണിസെക്ഷൽ ഫ്ലവറിൻ്റെ കേസിൽ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പ് ആവശ്യമില്ല. കാരണം യൂണിസെക്ഷൽ ഫ്ലവറിൽ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗൻ മാത്രമേ ഉണ്ടാവുള്ളൂ, മെയിൽ റിപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള സ്റ്റേമൻ ഉണ്ടാകില്ല. അത് നമ്മൾ യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറിൻ്റെ കേസിലാണ് പറയുന്നത്. നമ്മൾ യൂണിസെക്ഷൽ മെയിൽ ഫ്ലവർ അല്ല ഇവിടെ എടുക്കുന്നത്, യൂണിസെക്ഷൽ ഫീമെയിൽ ഫ്ലവറാണ് എടുക്കുന്നത്. അപ്പോൾ അവിടെ ഇമാസ്കുലേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൻ്റെ ആവശ്യമില്ല. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബാഗിങ് ആണ്. അതായത് ഇമാസ്കുലേറ്റ് ചെയ്ത ഫ്ലവറിനെ ബാഗ് ചെയ്യുക, ബാഗ് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക അൺഡിസൈറബിൾ പോളൻ ഗ്രെയിൻസിൽ നിന്ന്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ആണ്. അതായത് നമുക്ക് ആവശ്യമുള്ള പൊളൻ ഗ്രെയിൻസിനെ ഈ ഫ്ലവർ സ്റ്റിഗ്മ റിസെപ്റ്റിവിറ്റി അറ്റൈൻ ചെയ്ത് കഴിയുമ്പോഴേക്കും അതിന്മേൽ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ അതിന്മേൽ ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ എന്ന് പറയുന്നത്. ഈ ആർട്ടിഫിഷ്യൽ പോളിനേഷന് ശേഷം ഈ ഫ്ലവേഴ്സിന് ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ബാഗ് ചെയ്യുന്നു, അതായത് റീബാഗ് ചെയ്യുന്നു. അത്രയും സ്റ്റെപ്സാണ് ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്ന ഇന്നോവേറ്റീവ് മെത്തേഡിൽ വരുന്നത്. അപ്പോൾ അത്രയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. അപ്പോൾ ഈ ഒരു ഫോക്കസ് ഏരിയ ടോപ്പിക് ഇതോടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അതായത് പോളിനേഷൻ, അവിടെ നമ്മൾ ഏജൻസ് ഓഫ് പോളിനേഷൻ ആയിരുന്നു ഈ ഒരു ക്ലാസ്സിൽ കണ്ടിരുന്നത്. ബയോട്ടിക് ഏജൻസും ഏബയോട്ടിക് ഏജൻസും, അതിനുശേഷം ആർട്ടിഫിഷ്യൽ ഹൈബ്രിഡൈസേഷൻ കണ്ടു. ഇനി വരുന്ന ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറയുന്നത് ഡബിൾ ഫെർട്ടിലൈസേഷൻ, അതുപോലെ എംബ്രിയോ. ഇത്രയാണ് ഇനി വരുന്നത്. അത് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ടോപ്പിക്സും അതിന് പറഞ്ഞ പോയിൻറ്റ്സും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.